നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവരും നമുക്കെതിരാണ്. അദ്ദേഹം പറയുമായിരുന്നു, യെസ്, ഇതാണ് യുണൈറ്റഡ് DNA. എന്തും മാജിക്കാണ് മൈക്കൽ കാരിക്ക് ചെയ്തത്. കൃത്യമായിട്ട് അതിപ്പോൾ പറയുന്നുണ്ട് മാറ്റിയസ് കുഞ്ഞ. അമോറിം പോയതിന് ശേഷം വന്ന മൈക്കൽ കാരിക്ക് ഇൻട്രിങ് കോച്ചായിട്ട് വന്നയാളാണ്. കാരിക്ക് ഇങ്ങനെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സിറ്റിക്കെതിരെ, ആഴ്സണലിനെതിരെ, പഴയകാല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ ആവേശഭരിതനാവുന്നതിൽ എന്ത് അത്ഭുതം. യുണൈറ്റഡിൻ്റെ മധ്യനിരയിൽ നമ്മൾ നീണ്ട കാലം കണ്ട കാരിക്ക് ഇതാ ടീമിനെ വിജയപഥത്തിലേക്ക്, വമ്പന്മാരെന്ന് ഇപ്പോൾ പറയുന്നവർ, ഇപ്പോൾ ഉണ്ടായ വമ്പന്മാർ, അവർക്ക് ഓരോരുത്തർക്കും കൊട്ടുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? കാരിക്ക് വന്ന് ചെയ്ത മാന്ത്രിക വിദ്യ എന്താണ്? മാത്യൂസ് കുഞ്ഞ പറയുന്നു, നന്നായിട്ടറിയാം യുണൈറ്റഡ് എന്ന ഫീലിംഗ് എന്താണ് എന്ന് നന്നായിട്ട് മൈക്കൽ കാരിക്കിന് അറിയാം. ഇവിടെ ഒരുപാട് വർഷങ്ങൾ കളിച്ച ആളല്ലേ. അദ്ദേഹത്തിന് അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫീലിംഗ് എന്താണെന്ന്, യുണൈറ്റഡ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഫാൻസിന് എന്താണ് വേണ്ടത്, ഓരോ കളിയിൽ നിന്നും ഫാൻസ് എന്ത് ഫീൽ ചെയ്യുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സോ ഓരോ സിംഗിൾ മൊമെൻറ്റിലും അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചതും അതൊക്കെയാണ്. ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങളെ ബോധ്യപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരുന്നത് എവരി വൺ ഈസ് എഗെയിൻസ്റ്റ് അസ്, എല്ലാവരും നമുക്കെതിരെയാണ്, നമ്മൾ വീഴുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു. സോ ഐ തിങ്ക് വി ഫീൽ മോർ ടുഗെദർ. അതോടുകൂടി ഞങ്ങൾ ഒരുമിച്ചാണ് എന്നൊരു തോന്നൽ വീണ്ടും ഉണ്ടായി. BBC-യോട് മാത്യൂസ് കുഞ്ഞ പറയുകയാണ്, സോ വി ഹാഡ് ടു ഗോ ഓൺ ദി പിച്ച് ആൻഡ് ഗിവ് എവറിത്തിങ്. എല്ലാവരും നമുക്കെതിരാണ്. അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു, എങ്ങനെ കളിക്കണം, ഇതൊരു ബിഗ് ക്ലബ്ബാണ്, ഇതിലെങ്ങനെ കളിക്കണം, എന്താണ് യുണൈറ്റഡ് എന്ന ഫീലിംഗ്, ഇതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നിടത്താണ് ഈ മാറ്റമെന്ന് മാത്യൂസ് കുഞ്ഞ പറയുന്നുണ്ടെങ്കിൽ ആ യുണൈറ്റഡ് DNA അത് കൃത്യമായിട്ട് കാണിക്കുകയാണ് മൈക്കൽ കാരിക്ക്. പക്ഷേ കളിക്ക് ശേഷം പറഞ്ഞത്, ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, എനിക്ക് മാത്രമല്ല, മറിച്ച് താരങ്ങൾക്കും സ്റ്റാഫിനും എല്ലാവർക്കും ഉള്ളതാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞു, ഈ ഒരു ടീമിലേക്ക് വരുന്ന സമയത്ത് വി മേക്ക് എവറി ഡിസിഷൻ ഫോർ ഗ്രേറ്റർ ഗുഡ് ഫോർ ഫുട്ബോൾ ക്ലബ്. ഈ ക്ലബിൻ്റെ ഗുണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ വലിയ ഗുണങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്ന്. എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ടീമിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഈ 2 മാസീവ് റിസൾട്ടിൽ അങ്ങനെ അഭിരമിക്കാനുള്ളതല്ല. നോട്ട് ഗെറ്റിംഗ് ക്യാരിഡ് അവേ വിത്ത് 2 മാസീവ് റിസൾട്ട്സ്. തീർച്ചയായിട്ടും അടുത്ത കളിയിൽ കൂടുതൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം. ആൻഡ് കീപ്പിംഗ് അവർ ഫീറ്റ് ഓൺ ദി ഗ്രൗണ്ട്, നിലത്ത് കാൽ ഉറപ്പിച്ച് നിൽക്കണം. ഈ 2 കളികളുടെ ആവേശത്തിൽ എല്ലാം കൂടി അങ്ങ് നശിപ്പിക്കുകയല്ല, നിലത്ത് കാൽ ഉറപ്പിച്ച് നിൽക്കണം. ഐ ആം എൻജോയിങ് ഇറ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു ഡു വാട്ട് ഐ ക്യാൻ എന്ന് കൂടി മൈക്കൽ കാരിക്ക് പറയുമ്പോൾ, യെസ്, യുണൈറ്റഡ് ഫാൻസ് ഇപ്പോൾ പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.